ഈ വയനാട്ടിൽ ക്യാമ്പ് വരാൻ പോവുകയാണ് 16, 17 തീയതികളിൽ. ആ ക്യാമ്പിലേക്ക് മുൻ KPCC അധ്യക്ഷർ എന്ന നിലയിൽ അല്ല, എന്നെ എല്ലാവരും വിളിച്ചിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് അത് തൽക്കാലം ഞാൻ മാറിയിരിക്കുന്നതിൻ്റെ അർത്ഥം പാർട്ടിയോട് നിസ്സഹരിക്കുന്നു എന്നല്ല. പാർട്ടിയെ തീരുമാനമെടുത്ത് അവർ അറിയിക്കട്ടെ, അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചോളാം. അപ്പം അതിൻ്റെ ആവശ്യമില്ലേ ഉള്ളൂ. ഈ ഒരു താൽക്കാലിക പിൻവാങ്ങൽ വട്ടിയൂർക്കാവിലൂടെ ഒരു തിരിച്ചുവരവാണോ? അല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ വട്ടിയൂർക്കാവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം 8 കൊല്ലം ഞാൻ അവിടുത്തെ MLA ആയിരുന്നു. അതിനുശേഷം അവിടെ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, UDFന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു കോട്ടം പരിഹരിച്ചുകൊണ്ട് അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 10-ൽ കുറയാത്ത കൗൺസിലർമാർ, 24 കോർപ്പറേഷൻ വാർഡാണ് വട്ടിയൂർക്കാവ്, 10-ൽ കുറയാത്ത അംഗങ്ങളെ അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തത്. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അസംബ്ലി കുറേ കൂടി ഈസി ആയിരിക്കും. ഈ മലബാർ മേഖലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം, വോട്ട് ശതമാനത്തിലടക്കം വലിയ വർധനമുണ്ടായി. ഇനിയിപ്പം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സാന്നിധ്യം കൂടെ വരുമ്പോൾ അത് എത്രത്തോളം UDFന് ഗുണം ചെയ്യും? അല്ല, പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിന് അവർക്ക് ജയിക്കാൻ കഴിയും. മാത്രമല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ ഒരുപാട് ജോലി തിരക്കും കാര്യങ്ങളുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് അതുണ്ടെങ്കിൽ പോലും അവർക്ക് കുറേ കൂടെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയും MP അതിന് ശേഷം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കേരളത്തിന് മൊത്തം UDFന് ഒരു മുതൽക്കൂട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കഴിഞ്ഞ കുറേ കാലമായി കേരള രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ BJPക്കെതിരെയുള്ള ഒരു ഫൈറ്റർ എന്ന നിലയിലാണ് K. മുരളീധരനെ വിലയിരുത്തപ്പെട്ടത്. ഇപ്പോൾ നേമത്ത് വലിയൊരു മത്സരം കാഴ്ചവെക്കുന്നു, അത് സ്വയം സന്നദ്ധനാവുകയാണ്. സമാനമായി തൃശ്ശൂരിലേക്ക് മത്സരത്തിന് ഇറങ്ങുന്ന സാഹചര്യം. ഇപ്പോൾ പാലക്കാട് BJPയുമായി വളരെ നേരിയ മാർജിനിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വിജയിച്ചത്. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും ഒരു പോരാളിയായി K. മുരളീധരൻ്റെ സാന്നിധ്യം അതിൻ്റെ ആവശ്യമില്ല പാലക്കാട്. കാരണം പാലക്കാട് എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്പക്കാരാണെങ്കിലും മത്സരിക്കട്ടെ. അവിടുത്തെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ അത്ര ഒരു BJPയുടെ മുൻതൂക്കമുള്ള നിയോജകമണ്ഡലമല്ല. അത് പാലക്കാടിനെ കുറിച്ച് വ്യക്തമായി പഠിക്കാത്തതുകൊണ്ടാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമേ BJP ഉള്ളൂ. പിരാഗിരി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും UDF LDF മത്സരമാണ്. അപ്പോൾ ഇവർക്ക് പരമാവധി കഴിഞ്ഞ അസംബ്ലിയിൽ ലീഡ് കിട്ടിയത് 5000 വോട്ടാണ് മുനിസിപ്പാലിറ്റിയിൽ. പക്ഷേ അതിനെ പഞ്ചായത്ത് വെച്ചിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും. പിരാഗിരി പഞ്ചായത്ത് തന്നെ UDFൻ്റെ ഉറച്ച പഞ്ചായത്താണ്, ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വോട്ടുള്ള പഞ്ചായത്താണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ മുൻതൂക്കം അതാ മിസ്റ്റർ ശ്രീധരന് കിട്ടിയ മുൻതൂക്കം ഇനി ആരും എന്നാലും കിട്ടില്ല. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ മുമ്പ് മത്സരിച്ചിട്ടുണ്ട് ഷാഫിക്കെതിരായിട്ട് 2016. അന്ന് 11000 വോട്ടിനാണ് അവിടെ പരാജയപ്പെട്ടത്. പിന്നീട് ശ്രീധരൻ വന്നപ്പോൾ അദ്ദേഹം മെട്രോ മാനുമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ നിഷ്പക്ഷ മോദികൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത വോട്ടാണ്. പക്ഷേ ഈ കഴിഞ്ഞ പാർലമെൻറ്റിൽ അവിടെ 9700 വോട്ട് UDF ലീഡാണ്, ശ്രീകണ്ഠൻ ലീഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതേ ഭൂരിപക്ഷത്തിൽ അസംബ്ലിയിൽ ജയിക്കാൻ കഴിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിലെ UDFൻ്റെ തിരിച്ചടി, അതിൽ ഒരു ഘട്ടത്തിൽ പോലും മനസ്സിൽ പോലും അങ്ങനെ അവിടെ ഒരു കാലുവാരൽ, കാരണം തൃശ്ശൂരിൻ്റെ ഒരു ചരിത്രം, തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പലവട്ടം അങ്ങനെ ഒരു നീക്കം കോൺഗ്രസിനകത്തുനിന്ന് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംശയം മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടായോ? നേതൃത്വം ഒരു സംശയം ഉണ്ടായില്ലേ? ഞാനിപ്പോഴും പറയുന്നത് അവിടെ കാലുവാരലുകൊണ്ടല്ല തോറ്റുപോയത്. പക്ഷേ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. അത് ഭാവിയിലും അത് പരിഹരിച്ചില്ലെങ്കിൽ അസംബ്ലിയിൽ ദോഷം ചെയ്യും. കാരണം ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിലൊരു കാര്യം ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നിങ്ങൾ 8 സീറ്റെങ്കിലും വാങ്ങണം. കാരണം എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഒരു 8 സീറ്റെങ്കിലും വാങ്ങിയാലേ കേരളം UDF ഭരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൻറ്റി ഇൻകമൻസി വേവ് വളരെ ശക്തമായിട്ടുണ്ട്. CPM വളരെയധികം മൂല്യച്യുതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പങ്ക് കോൺഗ്രസിനെ പോലെ തന്നെ BJPയും കരസ്ഥമാക്കാൻ നോക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു എതിരാളി ദുർബലനായാൽ മറ്റേ എതിരാളിക്ക് കരുത്ത് കൂടും. നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം അതാണ്. ഞാനെനിക്ക് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ എനിക്ക് പറഞ്ഞിരുന്നു ത്രിപുരയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്. അന്ന് പലരും വ്യാഖ്യാനിച്ചത് K. മുരളീധരൻ BJPയിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. കാരണം അത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ വർക്കാണ് ത്രിപുര BJP പിടിക്കാൻ കാരണം. അതേ മോഡലാണ് തൃശ്ശൂരും ഉണ്ടായത്. ഈ BJPയിൽ നിന്നും പിണങ്ങുന്ന അല്ലെങ്കിൽ ഈ CPMൽ നിന്നും അകലുന്ന ഇത്തരം പ്രവർത്തകരെ, ഇരു വിഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകരെ എന്തുകൊണ്ട് കോൺഗ്രസിനെ ആകർഷിക്കാൻ കഴിയും? BJPയിൽ നിന്ന് CPMലേക്ക് ആൾക്കാർ പോകുന്നു, പ്രവർത്തകർ തിരിച്ച് CPMൽ നിന്ന് BJPയിലേക്കും എത്തുന്നുണ്ട്. അവരെ ആകർഷിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയുക? അവരെ ആകർഷിക്കുന്നതിൽ കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷേ ആരെയും പ്രവേശിപ്പിക്കാൻ ചില ആളുകൾ താഴെത്തട്ടിൽ സമ്മതിക്കാത്ത ഒരവസ്ഥ. അതാണ് പലപ്പോഴും. ഇപ്പോൾ ഒന്നും വേണ്ട, ഞങ്ങളൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ DIC ഉണ്ടാക്കി പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വന്നു.
ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ആ കൂട്ടത്തിലുള്ളവരെ പോലും ആ പഴയ DIC ബന്ധം പറഞ്ഞ് അകറ്റി നിർത്തുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴെങ്ങനെ പാർട്ടി ശക്തിപ്പെടും? ഈ DIC രൂപീകരണ കാലഘട്ടം അതിനുശേഷം കോൺഗ്രസ്സിലേക്ക് തിരിച്ച് അങ്ങുൾപ്പെടെ ലീഡർ കെ കരുണാകരൻ ഉൾപ്പെടെ എത്തിയ ഒരു സാഹചര്യം. പക്ഷേ അന്ന് ഒപ്പമുണ്ടായിരുന്ന നല്ല വലിയൊരു നേതൃത്വത്തെ പൂർണ്ണമായും നേതൃത്വം അവഗണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് പലവട്ടമായി പാർട്ടി വേദികൾ ഉയർന്നതാണ്. എന്തുകൊണ്ടാണ് അത് പരിഗണിക്കാത്തത്? ഞാൻ പറയുന്നത് അത് പരിഗണിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഈ പാർട്ടിക്ക് താഴെത്തട്ടിൽ ആളില്ലാതെ പോകുന്നത്. ആളില്ലാഞ്ഞിട്ടല്ല, പല വരുന്ന ആളുകളെ അകറ്റി നിർത്തുന്ന സമീപനം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ കേരളത്തിന് പുറത്തും നടത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് സെലിബ്രിറ്റീസിനെ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവരിക, സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളെ കൊണ്ടുവരിക. പക്ഷെ ഇവിടെയൊക്കെ ഒരു ശശി തരൂരൊഴികെ അങ്ങനെ എടുത്തു കാണിക്കാൻ കോൺഗ്രസ്സിന് ആരുമില്ല. വരാഞ്ഞിട്ടല്ല, പലർക്കും വരാൻ താല്പര്യമുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ അവർക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നു പത്രങ്ങളിൽ, അവരെക്കുറിച്ചിട്ടുള്ള ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിക്കുന്നു. പിന്നെ ആര് വരും? അപ്പോൾ ഒരുപാട് പേര് വരാൻ തയ്യാറാണ്. ഇപ്പം തന്നെ അറിയാം, മറ്റേ ധർമ്മജൻ കാട്ടി വന്നു, രമേഷ് പിഷാരടി വന്നു. അപ്പോൾ അവരൊക്കെ വന്നപ്പോഴും എതിർപ്പായിട്ട് കുറേ പേര് വന്നു. പക്ഷേ അവർക്ക് തന്നെ പാർട്ടിയോടൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് അവർ പാർട്ടിയിൽ തന്നെ ശക്തമായി നിലകൊള്ളുന്നു.